കറുപ്പ് പടം ഇന്ന് റിലീസായിരുന്നു. സൂര്യയുടെ പടം ഇറങ്ങുമ്പോൾ എന്നും ഒരു എന്താ പറയുക, ആ പടം ഫസ്റ്റ് ഡേ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ, സൂര്യ വിജയ് പടങ്ങളൊക്കെ വരുമ്പോൾ. പക്ഷേ പടം തീർത്തും നിരാശപ്പെടുത്തി. എൻ്റെ പേഴ്സണൽ വ്യൂ ആണ്, ബാക്കി ആൾക്കാർക്ക് എങ്ങനെയാ അറിയില്ല. എൻ്റെ മനസ്സിൽ ബാക്കി ആൾക്കാർ കണ്ടുപോയിട്ട് ഈ പടം നന്നായി എന്ന് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം. കാരണം എൻ്റെ ഇനി വല്ല വ്യൂ ആണെന്ന് അറിയില്ലല്ലോ. എനിക്ക് പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ വിജയുടെ പടം ഇനി അധികം ഉണ്ടാവില്ലെങ്കിൽ സൂര്യയാണ് ഒരു പടം നല്ല ഉണ്ടാവുക. അതേമാതിരി തന്നെ ഇതിൽ സൂര്യ ഏകദേശം രക്ഷേൻ്റെ റോള് തന്നെയാണ് എല്ലാ പടത്തിൽ എത്തണേ. ഇതിലും അതന്നെ. പിന്നെ ഈ പടം എന്ന് പറഞ്ഞാൽ ബാലാജി റിട്ടൺ, പ്രൊഡ്യൂസ്ഡ്, ആക്ടിങ്, ഇത് മൂന്നും ഇങ്ങേരാ. ശരിക്കും ഇങ്ങേർക്ക് വേണ്ടി ചെയ്ത പടമാണെന്ന് എനിക്കിതിൽ തോന്നിപ്പോയി. ഒരു സൂര്യയുടെ ഒക്കെ മെയിൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാണ് ഈ ബാലാജി. ഞാൻ ആളുടെ കഴിവിനെ പറയുന്നില്ല, പക്ഷേ പടം ആളെ ആപ്റ്റല്ല പടത്തിൽ. നമുക്കൊരു എന്താ പറയുക, സൂര്യയുടെ എതിർ നിൽക്കുന്ന ഒരാളെന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ലൊരു ഫൈറ്റ് പടം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പ്രഷൻ ഉണ്ട്. തീർത്തും നിരാശപ്പെടുത്തി. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വേറെ ആൾക്കാരുടെ റിവ്യൂ ഒന്നും കേട്ടില്ല. നീ നല്ല അഭിപ്രായം ആൾക്കാർ കണ്ടിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരു 3 മണിക്കൂർ വെറുതെ എന്തൊക്കെയോ കൂട്ടി എഴുതി വെച്ച്, എന്തിനൊക്കെയോ കുറേ പാട്ട്, കുറേ അടി, ഒരു കോട്ടുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ചെറിയൊരു ഗോൾഡ് പോണു, അതിന് ആ ഇത്രയും ചെറിയൊരു ടോപ്പിക്കിനെ വലിച്ച് തേച്ച് ഒട്ടിച്ച് ആ വീല് വരുമോ, അവിടെ നിന്നും ഇവിടെ നിന്നും ഒന്നിനും ഒരു കണക്ഷൻ ഇല്ല. ഒട്ടും ഓക്കെ അല്ല എനിക്ക് പടം. എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് അഭിപ്രായം പറയൂ. ചില ആൾക്കാർക്ക് എൻ്റെ വ്യൂവിൻ്റെ മിസ്സിങ് ആണോ എന്ന് എനിക്ക് അറിയില്ലല്ലോ. നമ്മൾ സൂര്യയുടെ പടം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട്, ഞാൻ ഇനിയും സൂര്യ പടങ്ങിയാൽ നല്ല പടങ്ങളിൽ സൂര്യക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കുഞ്ഞോൾഡി വിജയ് പടങ്ങൾ കുറവായിരിക്കും. അപ്പോൾ നല്ല പടങ്ങൾ സൂര്യ വിജയ് എന്നൊരു എപ്പോഴും നമുക്കൊരു മനസ്സിലുണ്ടാവുമല്ലോ. കുറേ പടങ്ങളുടെ റെഫറൻസ് ഒക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങൾ കുത്തിത്തിരികി ഒന്നിനുള്ളൊരു കഥയിൽ ത്രെഡ് വേണ്ട. ത്രെഡ് എന്ന് പറഞ്ഞ സംഭവം ഈ പടത്തിലില്ല. വെറുതെ ഒരു സംഭവത്തിനെ ഞാൻ പറഞ്ഞ മാതിരി വലിച്ച് തേച്ച് കുറേ നേരം ഫാൻസിന് വേണ്ടി കൈയടിക്കാനും അതുമാതിരി സ്റ്റാറ്റസ് ആക്കി ഇടാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളിലാണ്ട് പടം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. തീർത്തും നിരാശപ്പെടുത്തി.